ഹേ ഗൈസ്, ഇന്ന് കുറച്ച് ഡൈ പാറ്റേൺ പേപ്പേഴ്സ് ആൻഡ് ക്യൂട്ട് നോട്ട്ബുക്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ കമോൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു വൈറ്റ് പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത്. വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ സ്കിൻ കളർ സ്കെച്ച് യൂസ് ചെയ്ത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വരച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ജസ്റ്റ് സിമിലർ ടു ഗ്രാഫ് പേപ്പർ, അതേ കണക്ക് അതേ ഫോർമാറ്റ് തന്നെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് കളർ സ്കെച്ച് പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്കിൻ ആൻഡ് യെല്ലോ കോംബോ ആണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് സ്കിൻ കളറാണ്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈൻ ഞാനിങ്ങനെ ഡാർക്കായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ചെറുതായിട്ടൊന്ന് കുളമായിട്ട് തോന്നിയെങ്കിലും പിന്നീട് യെല്ലോയും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും യെല്ലോയും സ്കിൻ കളർ വരച്ചെടുത്തെല്ലാം ഞാൻ യെല്ലോ വരയ്ക്കുന്നുണ്ട്. 2 കളറേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിസാഹസികമായി ചെയ്തെടുത്ത ഫസ്റ്റ് പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പാറ്റേൺ പേപ്പർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പിങ്ക് കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ഇതുപോലെ കുറച്ച് പൂ വരച്ചു കൊടുക്കുക, കുഞ്ഞിപ്പൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം എനിക്ക് ഈ കളറാണ് കൂടുതലിഷ്ടം. അപ്പം ഞാൻ ഈ കളറാണ് യൂസ് ചെയ്തത്. പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരേ പാറ്റേൺ പോലെ ആയിരിക്കുമല്ലോ, അപ്പോൾ ആ പേജ് ഫുള്ള് അതേ രീതിയിലുള്ള ഒരേ സെയിം പാറ്റേൺ വരച്ചു കൊടുക്കുക. എനിക്ക് ഈ സ്കെച്ചിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ബ്രഷ് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഈ വാട്ടർ കളർ യൂസ് ചെയ്തത്. അപ്പോൾ സ്കെച്ച് വെച്ച് യൂസ് ചെയ്യുന്നവർക്ക് അത് വെച്ച് യൂസ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നീട് ഞാൻ ഇനി ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലീഫ് ഇതേപോലെ ഗ്രീൻ കളറാണ് യൂസ് ചെയ്തത്. വലിയ ടാസ്ക്കൊന്നും ഇല്ലടേ, ഇതേപോലെ വരച്ച് കൊടുക്കുക, ജസ്റ്റ് സിമ്പിളാണ്. പിന്നീട് ഞാൻ 2 കളർ മിക്സ് ചെയ്ത്, ഒന്ന് യെല്ലോയും ഒന്ന് ഗ്രീനും. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്ത് എനിക്കൊരു കളർ കിട്ടി. അപ്പോൾ നിങ്ങൾക്കിത് ഏത് കളറാണെന്നറിയുമോ? അങ്ങനെ ഞാൻ അത് വെച്ച് മുന്നേ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്ത്, പിന്നെ പൂവിൻ്റെ നടുക്ക് കുഞ്ഞു കുഞ്ഞു കുത്തിട്ട് കൊടുത്തു. ഫൈനലി നമ്മുടെ സെക്കൻഡ് പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ആകെ ഒരു പിങ്ക് മയം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അടുത്ത പാറ്റേൺ പേപ്പറും ഞാൻ ഇതേപോലെ വാട്ടർ കളർ വെച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വേവ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. 3-4 കളർ കോമ്പിനേഷൻ എടുക്കുക, ഇതേപോലെ വേവായിട്ട് വരച്ച് കൊടുക്കുക. വേവ് ലൈൻ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഗ്രീന്, റെഡ്, വയലറ്റ് ആൻഡ് ബ്ലൂ. അപ്പം ഞാൻ ഇതെല്ലാം ഒറ്റ കോട്ട് മാത്രമല്ല കേട്ടോ അടിച്ചേക്കുന്നത്, 2-3 കോട്ട് അടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വാട്ടർ കളറാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ കോട്ടിൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല. അപ്പം 2-3 കോട്ട് ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ 2-3 കോട്ട് വേണം. അപ്പോൾ ഇത് കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ വരച്ചു വെക്കാൻ തോന്നുന്നുണ്ടോ? നിറങ്ങളെ ഇഷ്ടപ്പെടാത്തതായി ആരും കാണില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും മടിച്ചിരിക്കാതെ. ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നീട് ഞാൻ വയലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വയലറ്റ് അല്ല, ഡാർക്ക് വയലറ്റ്. അപ്പം ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഹാപ്പിനെസ്. ഇത്രയും കളർ ഒരുമിച്ച് കണ്ടുകൊണ്ടായിരിക്കാം. ഇനി നമുക്ക് 4ാമത്തെ പാറ്റേൺ പേപ്പർ വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് അതേപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. സെയിം വാട്ടർ കളർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്കിൻ കളറാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പം അതേ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിങ്ങനെ റെഡ് സ്കെച്ച് വെച്ച് കുഞ്ഞു കുഞ്ഞു ഹേർട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഹേർട്സ് അല്ല, അതിൻ്റെ മണ്ടയിൽ ഇതേപോലെ തണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വരച്ച് വന്നപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എന്തുവാണ്, സ്ട്രോബെറിയാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് സ്ട്രോബെറി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നീട് കുറച്ച് ലുക്കാക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് സ്കെച്ച് വെച്ചത് അതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡോട്ട് ഇട്ടൊരു കളിയിൽ എല്ലാത്തിനും ഉണ്ട്. അപ്പം ഫൈനലി നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡൈ നോട്ട്ബുക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പേപ്പർ എടുത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. 4ആയിട്ട് വെർട്ടിക്കലി ഹൊറിസോണ്ടലിയും ഫോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ, സിമ്പിളാണ്. ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് അത് നൂത്തെടുക്കുക. നൂത്തതിന് ശേഷം അതിൻ്റെ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും, പിന്നെ സെയിം പ്രോസസ്സ്. അങ്ങനെ ഒരു 3 മടങ്ങ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കട്ട് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വലിച്ചു നീട്ടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ വീഡിയോ. പിന്നീട് അകത്തോട്ടും പുറത്തോട്ടും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കറിയാമല്ലോ പേജ് വെളിയിലോട്ട് വരുന്ന വണ്ണം ഒന്ന് ചെയ്ത് കൊടുക്കുക.
ഇതാ ഇതേപോലെ സിമ്പിളാണ്. അപ്പം നമുക്കത് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു നാക്ക് നമുക്ക് മനസ്സിലാവും. ഇതേപോലെ ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫസ്റ്റ് മിനി ബുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വൈറ്റ് പേപ്പർ വെച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. എല്ലാത്തിലും വൈറ്റ് പേപ്പറാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. പിന്നീട് അതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ വൈറ്റ് ടേപ്പ് വെച്ചൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഗ്ലൂ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ വൈറ്റ് ടേപ്പാണ് യൂസ് ചെയ്തത്. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള റിബണും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിബൺ എന്ന് പറയുമ്പോൾ ഞാൻ വരച്ചെടുത്ത സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ മേക്ക് ചെയ്തത് ഞാൻ മുന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഒരു കുഞ്ഞ് പൂവിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സെയിം രീതിയിൽ തന്നെ ഒരു പേപ്പർ എടുക്കുക. അതേപോലെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. നേരത്തെ ഉണ്ടാക്കിയ മിനി ബുക്കിൽ നിന്നും കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ അകത്തോട്ടും പുറത്തോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബൈൻഡിന് വേണ്ടി യൂസ് ചെയ്തത് യെല്ലോ കളർ പേപ്പറാണ് കേട്ടോ. യെല്ലോ കളർ പേപ്പർ എടുക്കുക. ഇതേപോലെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്യുക. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് ഗ്ലൂ തേക്കുക. അത് രണ്ടായിട്ട് മടക്കുക. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബുക്ക് പേപ്പറൊക്കെ പൊതിയല്ലോ, അതേപോലെ ഒന്ന് അകത്തോട്ട് കയറ്റി ഒന്ന് ഫോൾഡ് ചെയ്ത് ഗ്ലൂ തേച്ച് കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. അത്രയും ചെയ്തിട്ട് എനിക്കൊരു പെർഫെക്ഷൻ തോന്നാത്തതുകൊണ്ട് ഒരു ഐഡിയ തോന്നി ഞാൻ അതിൻ്റെ 4 എഡ്ജും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടമായതെന്ന് പറയണേ. ദെൻ ഞാൻ അതിന് മുകളിൽ ഒരു ക്യൂട്ടായിട്ടൊരു കുട്ടി സ്റ്റിക്കർ ഇടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കക്ഷി ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലാസ്റ്റ് നമ്മുടെ ഫൈനൽ മിനി ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈൻ പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഷെയ്ഡിലുള്ളൊരു ബ്ലൂ കളർ പേപ്പറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഇതേ രീതിയിലൊന്ന് വെട്ടിയെടുക്കുക. മുകളിലത്തെ ഭാഗത്തൊന്ന് പശ തേക്കുക. പശ തേച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് യൂസ് ചെയ്യാം കേട്ടോ. പാറ്റേൺസ് മാത്രമല്ല സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ഇതിൽ പാറ്റേൺസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അത് ഞാൻ വരച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. റെഡ് ആൻഡ് ഗ്രീൻ പെൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക. അപ്പം ഇനിയും ഇതേപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട. ബൈ ഗൈസ്.